നമ്മളിപ്പോ ഐസ്ലാൻഡിലൊക്കെ പോയിട്ട് വന്നതുകൊണ്ട് നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, നമ്മൾ ഈ കാണുന്നതല്ല യഥാർത്ഥ ഗ്രീൻലാൻഡ്. ഇതിനൊരു വിന്റർ എന്ന് പറയുന്ന ഒരു സീസൺ ഉണ്ട്. അപ്പൊ അത് ഈ കംപ്ലീറ്റ്ലി സ്നോ വീണ് കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ, ഇപ്പൊ ഒരു സ്കൂള് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ചർച്ച് ഐഡന്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റല് പെട്ടെന്നൊരു മെഡിക്കൽ എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റല് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ഈ കളേഴ്സ് സഹായിക്കും. അപ്പൊ തമാശക്ക് ഞാൻ പറഞ്ഞു, ഈ മരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അടക്കം ചെയ്യപ്പെടണം. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വൈകുന്നേരം കുഴിയിൽ ചൂടൊക്കെ കൂടുമ്പോ ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഈ പൂമരത്തിന്റെ ചുവട്ടിലൊക്കെ ഇരിക്കാമല്ലോ. അപ്പൊ പുള്ളി ഒന്ന് ഷൂട്ട് ചെയ്തോളൂ, പക്ഷെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊന്നും ഇടരുത് എന്ന് പറഞ്ഞു. അപ്പൊ നാസി ഒന്നും ഇല്ല എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കാണിക്കാം, ആരോടും പറയാൻ നിൽക്കണ്ട, രഹസ്യമാണ്, ഇത് കണ്ടവരാരോടും പറയണ്ട. അങ്ങനെ നമ്മൾ കടൽ തീരത്തുള്ള മീൻമുള്ളിൻ്റെ സ്റ്റീൽ വെർഷനായ വൈക്കിംഗ് ഷിപ്പ് ഡ്രീം ബോട്ടിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് അവിടുന്ന് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. Look up to your left now. That's the cathedral I was talking about. It is the old part of town. ആ യാത്ര റേക്ജവിക് നഗരത്തിലെ കെഫ്ലവിക് എയർപോർട്ട്. ഇത്രയും ദിവസം എനിക്ക് ആ എയർപോർട്ടിന്റെ പേര് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഐസ്ലാൻഡിലെ ആ എയർപോർട്ടിന്റെ പേര് കെഫ്ലവിക് എയർപോർട്ട് എന്നാണ്. ആ കെഫ്ലവിക് എയർപോർട്ടിലേക്ക് ഞങ്ങൾ അവസാനമായി ഐസ്ലാൻഡിന്റെ കാഴ്ചകളൊക്കെ കണ്ട്, ഐസ്ലാൻഡിന്റെ നഗര വീതിയിലൂടെ നഗര കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് എയർപോർട്ടിലെത്തി. എയർപോർട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഇഷ്യൂ എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു സ്കാനിങ് മെഷീനിന് ഒരു ചെറിയ തകരാറ് വന്നിട്ട് കുറച്ച് ഡിലേ ആയി. അതിൻ്റെ പേരിൽ വലിയ ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയി. അങ്ങനെ എയർപോർട്ടിൽ കുറച്ച് ചെറിയൊരു അനിശ്ചിതത്വമൊക്കെ ഉണ്ടായിരുന്നു. എയർപോർട്ടിൽ സൊവനീർ ഷോപ്പിൽ നമ്മൾ കുറേ പാവകളെ കണ്ടു. അപ്പോൾ സമയം ഉണ്ടായതുകൊണ്ട്, ഫ്ലൈറ്റ് പുറപ്പെടാൻ ടൈമുള്ളതുകൊണ്ട് സോവനീർ ഷോപ്പിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തു. പാവകൾ കണ്ടു, ചിപ്പറ മുടി, വലിയ കണ്ണും വലിയ ചെവി മൂക്കും ഒക്കെ ആയിട്ട് ഹാൻഡ് മെയ്ഡ് ടോയ്സാണ്, ഹാൻഡ് മെയ്ഡ് പാവകളാണ്. അപ്പം അതിന് പറയുന്ന പേര് സോബോ ട്രോൾസ് എന്നാണ്. സോബോ ട്രോൾസ് എന്ന് പേരുള്ള പാവകളാണ്. കുറേ ഉണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഞാനത് ഒരെണ്ണം മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വില ചോദിച്ചപ്പോൾ 11,000-12,000 ഐസ്ലാൻഡിക് ക്രോണറാണ് അതിൻ്റെ വില. ഭയങ്കര വില, ചിന്തിക്കാൻ പറ്റാത്ത വില. ഏറ്റവും വില കുറഞ്ഞതിന് 2,500-3,000 ക്രോണർ വിലയുണ്ട്. അപ്പോൾ പിന്നെ മേടിക്കുന്ന പരിപാടി നിർത്തി, വേണ്ടെന്ന് വെച്ചു. പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് അപ്പോൾ മനസ്സിലായിരുന്നില്ല. ഞാൻ പിന്നെ നെറ്റിൽ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത്, ഈ ഐസ്ലാൻഡിക് ഫോക്ക് ട്രോളിലുള്ള കഥാപാത്രമാണ് ഈ സോബോ ട്രോൾസ് എന്ന് പറയുന്നത്. ഹൽദു ഫോക്ക് എന്ന് പറയും. ഹൽദു ഫോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിഡൻ പീപ്പിൾ എന്നാണ്. ഐസ്ലാൻഡിക് ഹിഡൻ പീപ്പിൾ, ഐസ്ലാൻഡിക് ഹിഡൻ വേൾഡ് എന്നൊക്കെ പറയുന്ന അവരുടെ ഫോക്ക് ലോറിൽ ഉള്ള കഥാപാത്രങ്ങളാണ് ഈ പാവകൾ. മാത്രമല്ല നമ്മൾ പല ഫാൻറ്റസി അനിമേഷൻ ഫിലിംസിലും ഫാൻറ്റസി ഈ പാവകൾ ഉപയോഗിച്ചിട്ടൊക്കെയുള്ള സിനിമകളൊക്കെ ഉണ്ട്. ആ സിനിമകളിലെ പ്രധാന കഥാപാത്രങ്ങളാണ്. അപ്പോൾ ഇവർ കുട്ടികളുടെ ഇടയിൽ ഐസ്ലാൻഡിലും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ കുട്ടികളുടെ ഇടയിൽ ഭയങ്കര പ്രശസ്തിയുള്ള സൂപ്പർ സ്റ്റാർസാണ് ഈ പാവകൾ. അതുകൊണ്ടാണ് അതിൻ്റെ വില ഇത്രയും. മാത്രമല്ല
ഇതെല്ലാം ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ്, ഹാൻഡ് നിറ്റഡ് ആണ്. അതുകൊണ്ടാണ് അതിന് ഇത്രയും വില. എന്തായാലും അത്രയും വില കൊടുത്ത് നമുക്കത് മേടിക്കാൻ പറ്റില്ല. മേടിച്ചാൽ ഇവിടെ വന്ന് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാത്രം അതിൻ്റെ വില അറിയും. ബാക്കി പിള്ളേരും നമ്മുടെ വീട്ടിലെ പട്ടിക്കുട്ടിയും പാത്തും ഒക്കെ അത് കടിച്ച് കീറി നശിപ്പിക്കും എന്നല്ലാതെ ആരും അത് സൂക്ഷിച്ചു വെക്കാനൊന്നും പോകില്ല. അല്ലെങ്കിൽ അത് എല്ലാ കാലത്തേക്കും എടുത്തു വെക്കാനൊക്കെ ഉള്ളൊരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഓക്കെ. നമുക്ക് അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് മേടിച്ചില്ല. മേടിക്കാതിരുന്ന് പക്ഷെ പിന്നീട് ഇതിനെക്കുറിച്ച് വായിച്ചപ്പോൾ അത് മേടിക്കായിരുന്നു എന്ന് തോന്നുകയും ചെയ്തു. അപ്പോൾ ഈ സോവനീർ ഷോപ്പിലൊക്കെ കറങ്ങി നടന്ന് സമയമൊക്കെ കളഞ്ഞു. അപ്പോഴേക്കും ഫ്ലൈറ്റ് അനൗൺസ് ചെയ്തു. നമ്മൾ എയർപോർട്ടിലെ ഫ്ലൈറ്റിനടുത്തേക്ക് യാത്രക്കാരിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഫ്ലൈറ്റിനടുത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോയി. ഒരു ചുവപ്പ് കളറിലുള്ള ഫ്ലൈറ്റാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഗ്രീൻലാൻഡ് എയർലൈൻസ് എന്ന് അതിൽ വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലൈറ്റ് ഞാൻ മുമ്പൊരു സ്ഥലത്ത് ATR എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു. ATR അല്ല എന്ന് പറഞ്ഞിട്ട്. ശരിയാണ്, ATR അല്ല. ഈ ഫ്ലൈറ്റിൻ്റെ പേര് -8 എന്നാണ്. -8-200 എന്നാണ് അതിൻ്റെ ഫുൾ പേര്. -8 എന്നാണ് ഇതിന് ജനറലി പറയുക. 37 യാത്രക്കാർക്കാണ് ഇതിൽ യാത്ര ചെയ്യാൻ പറ്റുക. അതിൽ 33 നമ്മൾ തന്നെ ഉണ്ടായിരുന്നു. 33 നമ്മളുടെ ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു. ഗ്രീൻലാൻഡിലെ ന്യൂക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഈ ഫ്ലൈറ്റ് പോകുന്നത്. അപ്പോൾ ഈ ഫ്ലൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്രീൻലാൻഡിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള ഒരു ഫ്ലൈറ്റാണ്. കാരണം ഗ്രീൻലാൻഡ് പോലെയുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരം ഫ്ലൈറ്റുകൾ ഉപയോഗിക്കുക. കാരണം ഷോർട്ടായിട്ടുള്ള റൺവേസിലും ഐസി ആയിട്ടുള്ള റൺവേസിലും സേഫായിട്ട് ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള മോഡലാണ് ഈ -8. ഈ -8-200-ന് -8-300, -8-400 എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽസ് ഉണ്ട്. 100 യാത്രക്കാരെ വരെ കയറ്റാവുന്ന മോഡൽസ് -8-300, -8-400 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് -8-200 ആണ്. ഇതിൽ 37 പേർക്കാണ് യാത്ര ചെയ്യാൻ പറ്റുക. ഞങ്ങൾ ഈ ഫ്ലൈറ്റിലേക്ക് പോകുമ്പോൾ കയറുമ്പോഴൊക്കെ അവിടെ പിന്നെ വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. മറ്റ് എയർപോർട്ടുകളിലുള്ള ഫസ്സൊന്നുമില്ല. നമുക്ക് ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മൾ ടൂറിസ്റ്റുകൾ ഇതിലേക്ക് കയറുന്നതും ഞാനൊക്കെ ഈ ഫ്ലൈറ്റിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. നാസിയും ഉണ്ണിയും ഒക്കെ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഈ ഫ്ലൈറ്റിൽ കയറി. അപ്പം എനിക്ക് സീറ്റ് കിട്ടിയത് റൈറ്റ് സൈഡിലാണ്. റൈറ്റ് സൈഡിൽ എൻ്റെ വിൻഡോ കൂടെ നോക്കിയാൽ നേരെ കാണുന്നത് ഇതിൻ്റെ വിങ്ങും ആ വിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഉള്ള നിലത്ത് ലാൻഡ് ചെയ്യുന്ന വീലുമാണ്, ടയറും ആണ് കാണാം. കറക്റ്റ് ആ വിൻഡോ കൂടെ കാണാം. അപ്പോൾ ഒരു ചെറിയ സങ്കടം എന്താ വെച്ചാൽ ഈ പഹയന്മാരിത് കഴുകിയിട്ടൊന്നുമില്ല. ഈ വിൻഡോ ഒന്ന് ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പം അഴുക്ക് പിടിച്ച വിൻഡോയുടെ ഉള്ളിൽ കൂടെ കാണുന്ന ഒരു വിഷ്വലാണ് കിട്ടുക. പക്ഷേ അതൊരു ഭയങ്കര രസമുള്ള വിഷ്വലാണ്. കാരണം ഇതിൻ്റെ 2 വിങ്ങിലും ഓരോ ഫാനുകളുണ്ട്, പിന്നെ ഈ വീലുണ്ട്. അപ്പോൾ ഈ വിൻഡോയിലൂടെ സാധാരണ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ അവരങ്ങനെ വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കില്ല. പക്ഷെ അവർ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ആ വിൻഡോ കൂടെ ഈ റൺവേ കൂടെ ഈ ഫ്ലൈറ്റ് ഓടുമ്പോൾ ആ വീല് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി. പിന്നെ ആ ഫാൻ, ഈ ഹെലികോപ്റ്ററിൻ്റെ ഒക്കെ ഫാൻ പോലത്തെ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഫാൻ, അത് കിട്ടി. റൈറ്റ് സൈഡ് മാത്രം അത് കിട്ടി. അങ്ങനെ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഈ ഫ്ലൈറ്റ് മൂവ് ചെയ്യാൻ തുടങ്ങി. മൂവ് ചെയ്ത് റൺവേയിലേക്ക് കയറി. റൺവേയിലേക്ക് കയറുന്നതിനിടയിൽ ഞാൻ ഈ വീലിൻ്റെയും ഈ ഫാനിൻ്റെയും ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും റൺവേയിലെത്തി സ്പീഡ് കൂടാൻ തുടങ്ങിയപ്പോൾ എനിക്കിതിൻ്റെ ടേക്ക് ഓഫ് കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ആ വീലിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തു. അങ്ങനെ ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. അപ്പോൾ ആ വീല് നിലത്തുനിന്ന് പൊന്തുന്നതും സ്കൈയിലേക്ക് ക്ലൗഡ്സിൻ്റെ മീതെ ഈ വീല് ഇങ്ങനെ പോകുന്നതും ഒക്കെ കിട്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഞാനത് ഫോൺ ഇനി കട്ട് ചെയ്യാൻ വെച്ചാൽ വിഷ്വലിൻ്റെ ഇത് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് കട്ട് ചെയ്യാൻ പോകുമ്പോഴാണ് വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ച. ഈ വീല് ഇങ്ങനെ മടങ്ങിയിട്ട് ഈ വിങ്ങിൻ്റെ ഉള്ളിലേക്ക് പോവുകയും ആ വീല് കടന്നതിന് ശേഷം ആ കവാടം അടയുകയും ചെയ്തു.
അതൊരു ബ്യൂട്ടിഫുൾ ഷോട്ടായിരുന്നു. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു ഷോട്ടായിരുന്നു. കാരണം ഞാൻ വിചാരിച്ചത് ഇത് പറക്കുമ്പോഴും ഈ ടയർ ഇത് പുറത്തേക്ക് തന്നെ നിൽക്കും, ഹെലികോപ്റ്ററുകൾക്കൊക്കെ നിൽക്കുന്ന പോലെ അങ്ങനെ നിൽക്കുന്നതാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, ഇത് ഉള്ളിലേക്ക് മടങ്ങും. ഒരു വലിയ ഗരുഡനോ അല്ലെങ്കിൽ പരുന്തോ കഴുകനോ ഒക്കെ പറന്നുയരുന്ന അതേ സിസ്റ്റമാണ്. കാരണം ഈ പരുന്തൊക്കെ പറന്നുയരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഈ പറന്നുയരും, അപ്പോഴത്തെ ഈ കാല് ഇങ്ങനെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കയറ്റി വയ്ക്കും. അതേപോലെ ഈ വീല് മടക്കി കയറ്റി വയ്ക്കുന്നതിൻ്റെ ഒരു അത്ഭുത ദൃശ്യം കിട്ടി. പിന്നെ ആകാശത്തു കൂടെ ഈ വിമാനം പറക്കുമ്പോൾ ഈ വിൻഡോയിലൂടെ കിട്ടുന്ന ക്ലാരിറ്റിയിൽ താഴെ ഐസ്ലൻഡ് കാണാം. മേഘങ്ങൾക്ക് താഴെ ഐസ്ലൻഡിൻ്റെ ഉപരിതലവും നമുക്ക് ഫ്ലൈറ്റിലിരുന്ന് കാണാൻ പറ്റും. അതൊക്കെ കുറേ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്രീൻലാൻഡിൽ ലാൻഡ് ചെയ്യാറായി. ഗ്രീൻലാൻഡിലെ ന്യൂക്കിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാണ്. അപ്പോൾ ലാൻഡ് ചെയ്യുമ്പോൾ അഗെയിൻ നേരത്തെ ടേക്ക് ഓഫിൽ ചെയ്ത പോലെ ഈ തുറന്ന് ഈ വീല് പുറത്ത് വരുന്നതും ലാൻഡ് ചെയ്യുന്നതും ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റി. നമുക്ക് എപ്പോഴും ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ചില കാര്യങ്ങൾ നമ്മൾ പെർമിഷൻ പോലും ചോദിക്കാൻ നിൽക്കില്ല. കാരണം അത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു അലിഖിത നിയമമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ചോദിക്കില്ല. പക്ഷെ നാസിക്കൊന്നും അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അങ്ങനെ നാസി ഈ ഫ്ലൈറ്റിൽ നിന്ന് ആളുകൾ ഇറങ്ങുന്നതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഡോറിൻ്റെ അവിടെ എത്താറായപ്പോൾ ഒരു 2 പൈലറ്റുമാരിൽ ഒരു പൈലറ്റ് പുറത്തിറങ്ങി നിൽക്കണ്ടായിരുന്നു. അപ്പോൾ അയാളോട് നാസി ചോദിച്ചു, ഞാൻ ആ കോക്പിറ്റ് ഒന്ന് ഷൂട്ട് ചെയ്തോട്ടെ. അപ്പോൾ പുള്ളി ഒന്ന് ഷൂട്ട് ചെയ്തോളൂ, പക്ഷേ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊന്നും ഇടരുത് എന്ന് പറഞ്ഞു. അപ്പോൾ നാസി ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. നാസി ആ കോക്പിറ്റിലേക്ക് പോയി കോക്പിറ്റൊക്കെ ഷൂട്ട് ചെയ്ത് നാസി അവിടെ വന്നിട്ട് നാസിയുടെ ഒരു സെൽഫിയൊക്കെ എടുത്തു. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ ഞാൻ ആ വീഡിയോ നാസിയുടെ നിന്ന് മേടിച്ചു. അപ്പോൾ നാസിയെ ഞാൻ കാണിക്കുന്നില്ല, ആ പൈലറ്റിനെയും കാണിക്കുന്നില്ല. പക്ഷെ ആ കോക്പിറ്റ് മാത്രം അവരത് സോഷ്യൽ മീഡിയയിലൊന്നും ഇടരുതെന്ന് പറയുന്നത് അവരെ ഒന്നും കാണണ്ടെന്ന് വെച്ചിട്ടായിരിക്കും. അപ്പോൾ ആ കോക്പിറ്റ് മാത്രം, കോക്പിറ്റിലേക്കുള്ള ഒരു മൂവ്മെൻറ്റും കോക്പിറ്റും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കാണിക്കാം. ആരോടും പറയാൻ നിൽക്കേണ്ട രഹസ്യമാണ്, ഇത് കണ്ടവരാരോടും പറയണ്ട. അങ്ങനെ ഞങ്ങൾ ന്യൂക്കിൽ ഇറങ്ങി. ന്യൂക്കിൽ നിന്ന് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി പുറത്ത് വരുമ്പോൾ ഈ ലഗേജ് എടുക്കാൻ ഒരു ചെറിയ എയർപോർട്ടാണ്, ആരുമില്ല അവിടെ. എനിക്ക് അവിടെ അവസാനത്തെ ഫ്ലൈറ്റോ മറ്റോ ആണ്. ചെക്ക് ചെയ്യാനൊന്നും ആരുമില്ല, ഒരാളും ഒന്നും ചെക്ക് ചെയ്യില്ല. ഒരു ഡൊമസ്റ്റിക് ബസ് ടെർമിനലിൽ വന്നിറങ്ങിയ പോലെയാണ്. ആരും സെക്യൂരിറ്റി ചെക്കോ അങ്ങനെയൊന്നുമില്ല. നമ്മളിറങ്ങി പുറത്ത് വരുമ്പോൾ ലഗേജ് എടുക്കുന്ന സ്ഥലത്ത് വന്നപ്പോൾ അവിടെ കുറച്ച് പ്രതിമകൾ, 2 പ്രതിമകൾ, തൊഴിലാളികളുടെ പ്രതിമകൾ, കരടികളുടെയൊക്കെ ഒരു ശരീരം പോലത്തെ ശരീരമാണ്. എനിക്കാണ് വൂളൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ആൾക്കാരാണ്. പണിയായുധങ്ങളായിട്ട് പോകുന്ന 2 പേരുടെ ശില്പങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തു. പുറത്ത് കിടക്കുമ്പോൾ സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വലിയ ലെങ്തി ആയിട്ടൊരു ചേമ്പർ പുറത്തുണ്ട്. അപ്പോൾ കുറച്ച് പേര് അവിടെ പോയിട്ട് സ്മോക്ക് ചെയ്യുകയൊക്കെ ചെയ്തു. ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഗ്രീൻലാൻഡ് അഡ്വഞ്ചേഴ്സിൻ്റെ
ഒരു ബസ് വന്നിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ന്യൂയോർക്കിൽ മുഴുവൻ ഈ ബസ്സിലായിരിക്കും കറക്കം എന്നൊക്കെ വിചാരിച്ചു. വലിയ ബസ്സാണ്, ഭയങ്കര നീളമുള്ള ഒരു ബസ്. ആ ബസ്സിൽ ഞങ്ങളെല്ലാവരും കയറി ആ ന്യൂയോർക്കിൻ്റെ എയർപോർട്ടിൻ്റെ പുറം ദൃശ്യമൊക്കെ ഷൂട്ട് ചെയ്തു. ആ ബസ്സിൽ കയറി ഞങ്ങൾ ഹോട്ടലിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ അന്ന് ഈ ബസ്സിൻ്റെ ടൈമിംഗ് ഒക്കെ മാറിപ്പോയത് കൊണ്ട് അന്നത്തെ പ്ലാനിങ് എല്ലാം ഇത്തിരി അവതാളത്തിലായിട്ടുണ്ട്. അപ്പോൾ നേരെ ഹോട്ടലിൽ പോയിട്ട് ലഞ്ച് കഴിച്ചതിന് ശേഷം തീരുമാനിക്കാമെന്നാണ് ബെന്നി പറഞ്ഞത്. അവിടെ ഗൈഡൊക്കെ അവിടെ വന്നതിന് ശേഷം ഗൈഡുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഇന്നത്തെ പരിപാടികൾ പ്ലാൻ ചെയ്യാമെന്ന് ആണ് ബെന്നി പറഞ്ഞത്. ഇപ്പോൾ പോകുന്ന വഴിയിൽ ഈ ബോക്സ് ഷേപ്പിൽ ഉള്ള ബിൽഡിങ്ങുകൾ കാണാം. ക്വാർട്ടേഴ്സൊക്കെ പോലെ ബോക്സ് പോലത്തെ ബിൽഡിങ്ങുകൾ കാണാം. പല ഭയങ്കര കടുത്ത നിറത്തിലുള്ള നീല, വെള്ള, ചുവപ്പ് കളറിലുള്ള, മഞ്ഞ കളറിലൊക്കെ ഉള്ള ഈ ബോക്സ് പോലെയുള്ള ബിൽഡിങ്ങുകൾ കാണും. ഫുൾ കറുപ്പ് പെയിൻ്റ് അടിച്ചിട്ടുള്ള ഒരു 5-6 നിലയുള്ള ചില ബിൽഡിങ്ങുകൾ കാണും. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ കാണുമ്പോൾ ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ തോന്നും. ചിലത് നിലത്ത് നിന്ന് ഇത്തിരി പൊന്തിയിട്ടാണ്. പക്ഷെ നമ്മളിപ്പോൾ ഐസ്ലാൻഡിലൊക്കെ പോയിട്ട് വന്നതുകൊണ്ട് നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. നമ്മൾ ഈ കാണുന്നതല്ല യഥാർത്ഥ ഗ്രീൻലാൻഡ്. ഇതിനൊരു വിൻ്റർ എന്ന് പറയുന്ന ഒരു സീസണുണ്ട്. വിൻ്ററിൽ ഇത് മുഴുവൻ വെള്ള, മഞ്ഞ്, ഐസ് ഇങ്ങനെ പൊതിഞ്ഞ് കിടക്കുന്ന സ്ഥലമായിരിക്കും. അപ്പോൾ ആണ് ഈ നിറത്തിൻ്റെയൊക്കെ പ്രാധാന്യം. കാരണം ഈ സാധനം തിരിച്ചറിയാനൊക്കെ അപ്പോൾ ലൈറ്റ് കളേഴ്സൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഈ മഞ്ഞിൻ്റെ വെണ്ണയിൽ ചിലപ്പോൾ കാണുകയില്ല. അപ്പോൾ എടുത്ത് കാണിക്കാനായിരിക്കണം ഈ ഡാർക്ക് കളേഴ്സൊക്കെ ഇവർ അടിക്കുന്നത്. മഞ്ഞുകാലത്ത് നമ്മൾ വന്നിട്ടില്ലല്ലോ, മഞ്ഞുകാലത്ത് ഒരിക്കൽ പോകണം. അതൊരു പദ്ധതിയായിട്ട് ഞാൻ ഈ ഐസ്ലൻഡും ഗ്രീൻലാൻഡിലൊക്കെ മഞ്ഞുകാലത്ത്, ഒറിജിനൽ മഞ്ഞുകാലത്ത് പോകണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആഗ്രഹിച്ചാൽ ചിലപ്പോൾ നടക്കാറുണ്ട്, നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം ന്യൂയോർക്ക് ടൗണിലേക്കുള്ള യാത്രക്കിടയിലും പിന്നെ ന്യൂയോർക്ക് സിറ്റിയിൽ ഉള്ള കറക്കത്തിനിടയിലും ഒക്കെ നമ്മൾ ഒരു കണ്ട ബിൽഡിങ്ങുകൾക്കൊക്കെ ഈ കടുത്ത നിറങ്ങളുണ്ടായിരുന്നു. ബ്ലൂ, യെല്ലോ, റെഡ്. അതാണ് മെയിനായിട്ട് പല സ്ഥലത്തും ശ്രദ്ധിച്ച കളേഴ്സ്. പിന്നെ ഗ്രേയും ഒക്കെ അതിനിടയിൽ കാണുന്നുണ്ട്. ഈ കളേഴ്സിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് പണ്ട് ഈ ഡെൻമാർക്കിൻ്റെ ഡാനിഷ് അധിനിവേശ കാലത്ത് ഇങ്ങനെ പർട്ടിക്കുലർ കളേഴ്സ് സ്പെസിഫൈ ചെയ്ത് ഓരോ ബിൽഡിങ്ങുകൾക്ക് കൊടുത്തിരുന്നു. ഇപ്പം അത് നിർബന്ധമല്ലേ, പക്ഷെ എന്നാലും ആളുകൾ ഒരുവിധമൊക്കെ അത് ഫോളോ ചെയ്യാറുണ്ട്. നിയമമായിട്ടില്ലെങ്കിൽ പോലും ആളുകൾ അത് ആ പാരമ്പര്യം ഫോളോ ചെയ്യാറുണ്ട്. നീല കളറിൽ കാണുന്നത് ഫാക്ടറീസും ഫിഷ് പ്ലാന്റുകളും ഒക്കെ ബ്ലൂ കളറിൽ കാണുന്നുണ്ട്. യെല്ലോ കളറിൽ കാണുന്നത് ഹോസ്പിറ്റൽസ്, ക്ലിനിക്കുകൾ, ഡോക്ടേഴ്സ് റെസിഡൻസ് ഒക്കെ യെല്ലോ കളറിലാണ് കാണുന്നത്. റെഡ് കളറിൽ കാണുന്നത് ചർച്ചിനെല്ലാം റെഡ് കളറായിരിക്കും, സ്കൂൾസിന് റെഡ് കളറായിരിക്കും, സ്റ്റോറുകൾക്ക് റെഡ് കളറായിരിക്കും. അപ്പം അത് ഈ കംപ്ലീറ്റ്ലി സ്നോ വീണ് കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഇപ്പോൾ ഒരു സ്കൂള് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ചർച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ പെട്ടെന്നൊരു മെഡിക്കൽ എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ഈ കളേഴ്സ് സഹായിക്കും. അപ്പം അതും ഈ ഇത്തരം കളേഴ്സ് ആകുമ്പോൾ വൈറ്റിൽ പെട്ടെന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നതിനൊക്കെ സഹായിക്കുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ ആ യാത്രയിൽ കണ്ട ബിൽഡിങ്ങുകളൊക്കെ വളരെ
മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകളാണ്. അധികം ഹൈ റൈസ്ഡ് ബിൽഡിങ്ങുകൾ കുറവാണ്. ഒരു 3-4 നിലയുള്ള ബിൽഡിങ്ങുകളൊക്കെ അപൂർവമായിട്ട് കാണാത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ പോയി അന്ന് ഉച്ചക്കലത്തെ ലഞ്ച് അവിടുന്ന് കഴിച്ചു. യാത്രികർ ഗ്രീൻലാൻഡിലെ ആദ്യത്തെ ഡിന്നറാണ്. സമയം 8-8:30 ഏറ്റവും പ്രകാശം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് പിന്നെ കണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരു സെമിത്തേരിയാണ്. ഈ സെമിത്തേരികളോട് എനിക്ക് എന്തോ ഒരു ആകർഷണം എപ്പോഴും തോന്നാറുണ്ട്. ഞാൻ പണ്ട് സീഷെൽസ്, ആഫ്രിക്കയുടെ ഒരു ഐലൻഡാണ്. ഇന്ത്യക്ക് ശ്രീലങ്ക ഉള്ളതുപോലെ ആഫ്രിക്കയുടെ ശ്രീലങ്കയാണ് സീഷെൽസ് ദ്വീപ്. ആ സീഷെൽസ് ദ്വീപിൽ പണ്ട് പോയിട്ടുണ്ട്. പക്ഷെ അന്ന് ഈ വ്ളോഗിങ്ങും ഈ വീഡിയോ എടുക്കലൊന്നും ഇല്ല. ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ എവിടെയോ കളഞ്ഞു പോയി. അപ്പോൾ അങ്ങനെ ഇനിയും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വ്ളോഗിങ് തുടങ്ങിയത് തന്നെ. എൻ്റെ യാത്രകളുടെ വിശേഷങ്ങളും യാത്രകളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും കൂടി വേണ്ടിയാണ് ഞാൻ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ വാർദ്ധക്യത്തിൽ എനിക്ക് തന്നെ എൻ്റെ യാത്രകൾ കാണാം, ആ പഴയ ഓർമ്മകളായി മറക്കാനൊക്കെ ഇത് സഹായിക്കും. അതുകൊണ്ടാണ് എൻ്റെ ഈ വ്ളോഗിന് ഞാൻ വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കാത്തത്. ഓർഗാനിക്കായിട്ട് അറിഞ്ഞു വരുന്ന താല്പര്യമുള്ള ആളുകൾ കാണട്ടെ എന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. സീഷെൽസിൽ പോയപ്പോൾ അവിടെ ഒരു അതിമനോഹരമായ സെമിട്രി കണ്ടു. അന്ന് എടുത്ത ഫോട്ടോസും വീഡിയോസും ഒന്നും കയ്യിലില്ലാതായി പോയി. അതിമനോഹരമാണ്. 2 മലകൾ. നമ്മൾ കുട്ടിക്കാലത്ത് സ്കൂളിൽ മലകളുടെ ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ ഒരു മല വരയ്ക്കിട്ട് നടുവിലൊരു സൂര്യനെ വരയ്ക്കും. അതുപോലെയുള്ള 2 മലകൾ. ആ 2 മലകളുടെ ചെരുവിൽ ഒരു അതിമനോഹരമായിട്ടുള്ള സെമിട്രി. ആ സെമിട്രിയിൽ എന്ന് വെച്ചാൽ ഓരോ കല്ലറയുടെ തലയ്ക്കാൻ ഭാഗത്തും നമ്മളിപ്പോൾ മുസ്ലിം സെമിട്രികളിൽ മീസാൻ കല്ലുകൾ വെക്കുന്നത് പോലെ ഈ സെമിട്രിയിൽ ആളുകൾ അടക്കിയിട്ടുള്ള ഇതിൻ്റെ തലഭാഗത്ത് പൂമരങ്ങളാണ് അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ആൾക്കാരുടെ കല്ലറയിലൊക്കെ അതിമനോഹരമായ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന പൂമരമാണ്. അപ്പോൾ ഈ സെമിട്രി എന്ന് പറയുന്നത് ഈ മലയുടെ 2 ചെരുവുകളിലുള്ള ഈ സെമിട്രി ഒരു വലിയ പൂന്തോട്ടമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അത്രയും കല്ലറകളും അത്രയും പൂമരങ്ങളും. അപ്പോൾ തമാശക്ക് ഞാൻ പറഞ്ഞു ഈ മരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് അടക്കം ചെയ്യപ്പെടണം. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്ത് വൈകുന്നേരം കുഴിയിൽ ചൂടൊക്കെ കൂടുമ്പോൾ ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഈ പൂമരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇരിക്കാമല്ലോ എന്ന് തമാശയായിട്ട് പറയുമായിരുന്നു. അപ്പോൾ ഈ സെമിത്തേരികളോടൊരു അടുപ്പം എപ്പോഴും തോന്നാറുണ്ട്. സെമിത്തേരികളോടൊരു ഇഷ്ടം തോന്നാറുണ്ട്. ഭംഗിയുള്ള സെമിത്തേരികളോടും ഭംഗിയുള്ള കല്ലറകളോടും ഒക്കെ ഒരു അടുപ്പം തോന്നാറുണ്ട്. അതുപോലെ ഈ ന്യൂക്കിൽ വന്നപ്പോൾ ന്യൂക്കിൽ ഒരു സെമിത്തേരി. ആ സെമിത്തേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കണക്കിന് വെള്ളക്കുരിശുകളാണ്. കല്ലറകളില്ല. മണ്ണിൽ കുഴിച്ചിട്ടിട്ട് തലയ്ക്കൽ ഒരു വെള്ളക്കുരിശ് സ്ഥാപിക്കലാണ് അവിടുത്തെ രീതി. അപ്പോൾ 100 കണക്കിന് വെള്ളക്കുരിശുകൾ ഒരു താഴ്വാരത്തിൽ കാണുന്നതിൻ്റെ ഒരു ഭംഗി. നമ്മൾ നിൽക്കുന്നത് ഒരു കുന്നിൻ്റെ മുകളിലാണ്. കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഉള്ള ഒരു സെമിത്തേരി, അങ്ങേ അറ്റത്ത് കടൽ. അപ്പോൾ കടലിനും മലയ്ക്കും ഇടയിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കാൻ അന്ത്യവിശ്രമത്തിന് പറ്റിയ മനോഹരമായിട്ടുള്ള ഒരു താഴ്വര. ആ താഴ്വരയിൽ മുഴുവൻ വെളുത്ത കുരിശുകൾ. ഭയങ്കര ഭംഗിയുള്ള ഒരു സെമിത്തേരി. അതാണ് ന്യൂക്കിൽ ഞങ്ങൾ അന്ന് കണ്ട ഒരു കാഴ്ച. ഞങ്ങളവിടെ പുറത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചെറുപ്പക്കാർ, കുട്ടികൾ, ആൺപിള്ളേരും പെൺപിള്ളേരും കൈയും പിടിച്ച് പുറത്ത് കൂടെ ഇറങ്ങി നടക്കുന്നതും ഒക്കെ കണ്ടു. അവർക്ക് ഇത് സന്തോഷത്തിൻ്റെ സമയമാണ്. കാരണം സമ്മറാണ്. തണുപ്പ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത തണുപ്പ് ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം സമ്മറാണ്.
അപ്പോൾ അവർ വളരെ ഹാപ്പി ആയിട്ട് നടക്കുന്ന അത് നടത്തമൊക്കെ അവരുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്, അവരുടെ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇത്ര മിനിറ്റ് പുറത്തു പോയി നടന്നു കൊള്ളണം, അത് റൂളാണ് അവരുടെ. അപ്പോൾ ആ നടത്തത്തിന് കുട്ടികൾ പുറത്ത് ഇറങ്ങിയിട്ടുള്ള സമയമായിരുന്നു. അപ്പോൾ പിള്ളേരെയൊക്കെ കണ്ടു, ഈ കുരിശ് കണ്ടു, ഈ സെമിത്തേരി കണ്ടു, ജീവിതത്തിൻ്റെ നിരർത്ഥകതയെക്കുറിച്ചും എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാവുന്നതാണ് ഈ ജീവിതമെന്നൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ വെള്ള കുരിശുകൾ ആ താഴ്വരയിൽ തല ഉയർത്തി നിന്നു.